ഗുരു പറയുന്നത് ശ്രദ്ധിച്ചുകൊണ്ടും മന്ദഹസിച്ചുകൊണ്ടും രാമൻ അവിടെയിരുന്നു. മഹർഷി അവസാനിപ്പിച്ചപ്പോൾ അവിടെ നിന്ന് ശാന്തനായി സംസാരിച്ചു. ഗുരു, അങ്ങ് അമ്മയെപ്പറ്റി പറയുന്നു. ആരാണ് യഥാർത്ഥത്തിൽ അമ്മ? ആരാണ് യഥാർത്ഥത്തിൽ മകൻ? എന്തിന് യഥാർത്ഥത്തിൽ ശരീരമെന്താണ്? ജീവി വ്യക്തിയെന്താണ്? ഈ വസ്തുനിഷ്ഠമായ ലോകം സത്യമാണോ? അല്ലെങ്കിൽ പരമാത്മാവ് യഥാർത്ഥമാണോ? ഈ ശരീരം പരമാത്മാവിന്റെ പ്രതിബിംബമാണ്, അല്ലേ? ഈ ശരീരത്തിന്റെ ഘടകങ്ങളായ പഞ്ചഭൂതങ്ങൾ തന്നെയാണ് അഖിലപ്രപഞ്ചത്തെയും അധമാക്കി തീർക്കുന്ന ദ്രവ്യങ്ങൾ. ഈ പ്രപഞ്ചം പഞ്ചഭൂതങ്ങളുടെ പരസ്പരബന്ധമായ പരമ്പര മാത്രമാണ്, അല്ലേ? എല്ലാ പരസ്പരമാറ്റങ്ങളും സംശ്ലേഷണങ്ങളും ഉണ്ടായിട്ടും ഈ ഭൂതങ്ങൾ തുടർന്നും നിലനിൽക്കുന്നു. അവയ്ക്ക് അഗാധതരമായൊരു അടിസ്ഥാനം കൂടിയുണ്ട്. ഇതു മനസ്സിലാക്കാതെ ഈ സൃഷ്ടിക്കപ്പെട്ട പ്രപഞ്ചം യഥാർത്ഥമാണെന്ന് സങ്കൽപ്പിച്ചാൽ, ഈ അവാസ്തവികതയുടെ വശീകരണത്തിന് വിധേയനായാൽ, അസത്യത്തിനുവേണ്ടി സത്യം തള്ളപ്പെട്ടാൽ, ഇത്രയും ഭീമായ അജ്ഞതയെപ്പറ്റി നമ്മളെന്താണ് പറയേണ്ടത്? അനാദ്യവും ഏകവും സൂക്ഷ്മവുമായ ആത്മാവിനെ അവഗണിച്ചിട്ട് വ്യക്തിക്കെന്ത് കിട്ടാനാണ്? ഇത്രയും ഗഹനമായ തത്വശാസ്ത്രപരമായ പ്രശ്നങ്ങളുയർത്തിയ രാമനെ വസിഷ്ഠൻ വീക്ഷിച്ചപ്പോൾ ആധ്യാത്മിക തേജസ്സിന്റെ ഉജ്ജ്വല കിരണങ്ങളുടെ ഒരു പരിവേഷം രാമന്റെ മുഖത്തിനു ചുറ്റും കണ്ടു. ഈ പ്രകാശം ദിവ്യത്വത്തിന്റെ സൂചനയാണെന്ന് അദ്ദേഹം അറിഞ്ഞു. രാമൻ ഉന്നയിച്ച ചോദ്യങ്ങൾക്ക് രാമൻ തന്നെ മറുപടി നൽകേണ്ടതാണെന്ന് വസിഷ്ഠൻ അഭിപ്രായപ്പെട്ടു. രാമൻ നൽകിയ മറുപടിയും വിശദീകരണങ്ങളും തികച്ചും ഈശ്വരന്റെ ശബ്ദമായിരുന്നു. വസിഷ്ഠൻ ഈ വസ്തുത വ്യക്തമായും മനസ്സിലായി. ആരെങ്കിലും കണ്ടേക്കുമോ എന്നു ഭയന്ന് അദ്ദേഹം മനസാമാത്രം രാമന്റെ മുമ്പിൽ തലകുനിച്ചു. അദ്ദേഹം പറഞ്ഞു, മകനേ, വൈകുന്നേരം വീണ്ടും കാണാം. അനന്തരം ദശരഥനെപ്പോലും കാണാതെ വസിഷ്ഠൻ രാജധാനിയിൽ നിന്നും വിട്ടുപോയി. ആ ഘട്ടത്തിലുണ്ടായ പ്രകാശത്തിന്റെ പ്രസരണം അദ്ദേഹത്തെ അത്രയും അടിമപ്പെടുത്തിയിരുന്നു. കൃതജ്ഞതയുടെയും സ്നേഹത്തിന്റെയും ആനന്ദപ്രദമായ ബോധത്തോടുകൂടി അദ്ദേഹം കുട്ടികളെ ഓമനിച്ചു. കുറേ സമയത്തിനുശേഷം ദശരഥൻ കുട്ടികളെ സന്ദർശിച്ചു. അവരുടെ മുഖത്തു പ്രസരിക്കുന്ന ദിവ്യബോധത്തിന്റെ അസാധാരണ പ്രകാശം അദ്ദേഹം കണ്ടു. അത് എങ്ങനെ സംഭവിച്ചുവെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. വൈകുന്നേരം വസിഷ്ഠൻ വരുന്നതും പ്രതീക്ഷിച്ച് അദ്ദേഹം കാത്തിരുന്നു. വസിഷ്ഠൻ രാജധാനിയിൽ പ്രവേശിച്ച് കോവിലിൽ കടന്നതും കുട്ടികളും അമ്മമാരും ദശരഥനും അദ്ദേഹത്തിന്റെ പാദങ്ങളിൽ നമസ്കരിച്ചു. പ്രാർത്ഥനാരൂപത്തിൽ വിനീതരായി കൈകൂപ്പിക്കൊണ്ട് സ്വസ്ഥാനങ്ങളിൽ ഇരുന്നു. രാമഗീത. പെട്ടെന്ന് കുറേയേറെ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് രാമൻ എല്ലാവരെയും അത്ഭുതപ്പെടുത്തി. ആത്മാവ്, ദൈവം, പ്രകൃതി ഇവ തമ്മിൽ എന്തൊരു പരസ്പരബന്ധമാണുള്ളത്? ഈ മൂന്നും ഒന്നാണോ? അല്ല, വ്യത്യസ്ത സത്തകളോ? ഒന്നാണെങ്കിൽ അതെങ്ങനെ മൂന്നായി? എന്തിനുവേണ്ടി? ഇതിന്റെ അടിസ്ഥാനമായ പരസ്പരം യോജിക്കുന്ന തത്വമേത്? ഐക്യത്തിന്റെ ബോധം പരിത്യജിച്ച് അവ വ്യത്യസ്തമാണെന്ന് അംഗീകരിക്കുന്നതുകൊണ്ട് എന്തു നന്മയാണ് കിട്ടുക? ഇത്രയും ഇളം പ്രായത്തിൽ രാമൻ ചോദിച്ച ഈ ചോദ്യങ്ങളുടെ ഗഹനത കണ്ട് മാതാപിതാക്കന്മാർ അത്ഭുതപ്പെട്ടു. ഭൂമി ചോദിച്ച ചോദ്യങ്ങൾക്ക് സ്വർഗം ഉത്തരം നൽകിയതോ എന്നു തോന്നുമാർ ഉന്നയിക്കപ്പെട്ട പ്രശ്നങ്ങളിന്മേൽ വെളിച്ചം വീശിയ ധാരാളം അമൂല്യപ്രമാണങ്ങളടങ്ങിയ ഉപദേശങ്ങളുടെയും അന്വേഷണങ്ങളുടെയും പ്രവാഹത്തിൽ അവർ തികച്ചും ലയിച്ചുപോയി. രാമൻ അവരുടെ പുത്രനാണെന്ന് അവർ മറന്നു. മഹത്തായ അദ്വൈത വിജ്ഞാനത്തിന്റെ ആപ്രഗമനത്തിലും അവധാരണത്തിലും രാത്രി കഴിഞ്ഞുപോയി. മനുഷ്യസമുദായത്തിന് ശാന്തി ഉറപ്പുവരുത്തുന്ന അനശ്വരതത്തിന്റെ അമൃതബിന്ദുക്കളാണ് രാമന്റെ അധരത്തിൽ നിന്നും പ്രവഹിച്ച വാക്കുകൾ എന്ന് വസിഷ്ഠൻ കണ്ടു. അദ്ദേഹം രാജാവിനെയും രാജ്ഞിമാരെയും അനുഗ്രഹിച്ച് ആശ്രമത്തിലേക്ക് മടങ്ങി. രാമനും കുലഗുരുവും തമ്മിലുള്ള സംഭാഷണം രൂപം കൊണ്ടാണ് അർത്ഥപുഷ്ടവും ആസ്വാദ്യവുമായ യോഗവാസിഷ്ഠമെന്ന മഹദ്ഗ്രന്ഥം. അതിന് രാമഗീത എന്നും പേരുണ്ട്. തന്നോടുതന്നെ പ്രഭാഷണം നടത്തിയും ഒറ്റയ്ക്കാകുമ്പോൾ തന്നെത്താൻ സംസാരിച്ചും ആളുകളുള്ളപ്പോൾ നിശബ്ദനായോ പലപ്പോഴും പ്രത്യേകമായി ഒന്നിനോടുമല്ലാതെ ചിരിച്ചും രാമൻ വേദാന്തത്തിൽ മുഴുകി ദിനങ്ങൾ കഴിച്ചു. ദശരഥൻ അസ്വസ്ഥനായി. അദ്ദേഹം വ്യാകുലനായി. 3 കുട്ടികളെയും വേറെ വേറെയാക്കാൻ അദ്ദേഹം കാംക്ഷിച്ചു. പക്ഷേ അവർ ഒരിക്കലും രാമനെ വിട്ടുപിരിയുവാൻ തയ്യാറായിരുന്നില്ല. അതുകൊണ്ട് രാമനോടൊന്നിച്ചു തന്നെ അവരെ നിർത്തേണ്ടിവന്നു. രാജാവും രാജന്തിമാരും അത്യന്തം വിഷണ്ണരായി. ആനന്ദത്തെയും പ്രഭാവത്തെയും സംബന്ധിച്ച അവരുടെ സ്വപ്നങ്ങളെല്ലാം ഒന്നുമല്ലാതായി. അവർ കേവലം നിരാശരായി. കാരണം മക്കളിൽ രോഗശമനത്തിന്റെയോ മാറ്റത്തിന്റെയോ ഒരു ലക്ഷണവും കണ്ടില്ല. അവർ മണിക്കൂറുകളും നിമിഷങ്ങളും എണ്ണിക്കൊണ്ട് ഉത്കണ്ഠയിലും പ്രാർത്ഥനയിലും സമയം കഴിച്ചു. രാമൻ ഭക്ഷണത്തിൽ പോലും താൽപ്പര്യമുണ്ടായിരുന്നില്ല. അതിന്റെ ഫലമായി ക്രമം കെട്ടതും ഇഷ്ടമില്ലാത്തതുമായ ഭക്ഷണം കഴിച്ച് ശരീരം ദുർബലവും ആരോഗ്യഹീനവുമായി കാണപ്പെട്ടു. 6 വിശ്വാമിത്രനോടൊപ്പം. ഇക്കാലത്ത് രാജകീയ നഗരമായ അയോധ്യയുടെ പൂർവ്വഭാഗത്ത് വിശ്വാമിത്ര മഹർഷി കഠിന തപസ് ചെയ്തിരുന്നു. അദ്ദേഹം യജനം എന്ന ഒരു പുണ്യകർമ്മം ചെയ്യാൻ തീരുമാനിച്ചു. പക്ഷേ എപ്പോഴൊക്കെ അദ്ദേഹം അത് ആരംഭിച്ചോ അപ്പോഴെല്ലാം രാക്ഷസന്മാർ ആ കർമ്മം അശുദ്ധമാക്കുകയും അതിന്റെ പവിത്രത നശിപ്പിക്കുകയും ചെയ്തു.
അവർ പരിശുദ്ധമായ യജനപ്രദേശത്ത് പച്ചമാംസകഷ്ണങ്ങൾ വർഷിച്ച് അത് വൈദിക കർമ്മങ്ങൾക്ക് അയോഗ്യമാക്കിത്തീർത്തു. മറ്റു പല മാർഗ്ഗങ്ങളിലും അവർ പ്രതിബന്ധങ്ങളുണ്ടാക്കി. ആ പുണ്യകർമ്മം മുടക്കി. വിശ്വാമിത്രൻ ഇതികർത്തവ്യതാമൂഢനായി. അദ്ദേഹം സാമ്രാജ്യത്തിന്റെ തലസ്ഥാനമായ അയോധ്യയിൽ രാജാവിനെ സന്ദർശിക്കാനെത്തി. മഹർഷിയുടെ ആഗമനത്തെപ്പറ്റിയുള്ള സന്ദേശം കിട്ടിയപ്പോൾ രാജാവ് അർഹമായ ബഹുമതികളോടെ അദ്ദേഹത്തെ രാജധാനിയിലേക്ക് സ്വീകരിച്ചുകൊണ്ടുവരാനായി മന്ത്രിമാരെ അയച്ചു. അവർ നഗരവാടത്തിൽ വെച്ച് അദ്ദേഹത്തെ സ്വീകരിച്ച് രാജധാനിയുടെ പ്രവേശനകവാടം വരെ അനുഗമിച്ചു. രാജധാനിയിൽ ബ്രാഹ്മണർ വേദമന്ത്രങ്ങൾ ചൊല്ലി. പുണ്യഗ്രന്ഥങ്ങളിൽ പറഞ്ഞപോലെയും മഹർഷി മാരെ സ്വീകരിക്കുന്ന സമ്പ്രദായമനുസരിച്ചും അദ്ദേഹത്തിന്റെ പാദം കഴുകി. അങ്ങനെ പവിത്രീകൃതമായ ആ ജലം തന്റെ ശിരസിൽ തളിച്ചു. വിശ്വാമിത്രനെ രാജസദസ്സിലേക്കനയിച്ച് ഉത്കൃഷ്ടസ്ഥാനത്തിരുത്തി. രാജകുടുംബാംഗങ്ങൾ സബഹുമാനം ചുറ്റും നിന്നു. ഇന്നെത്രയും മഹത്തായ ഒരു ദിനം തന്നെ, ദശരഥൻ പറഞ്ഞു. ആ പുണ്യാത്മാവിന്റെ അപ്രതീക്ഷിതമായ ആഗമനത്തിലും അദ്ദേഹത്തെ സേവിക്കുന്നതിലും ആദരിക്കുന്നതിലും ഭാഗ്യമുണ്ടായതിലും രാജാവ് സന്തോഷം പ്രകടിപ്പിച്ചു. വിശ്വാമിത്രൻ രാജാവിനോടും മന്ത്രിമാരോടും ഇരിക്കാൻ പറഞ്ഞു. അവർ അനുസരിച്ചു. അനന്തരം മഹർഷി രാജാവിന്റെയും രാജകുടുംബത്തിന്റെയും ആരോഗ്യത്തെയും ക്ഷേമത്തെയും രാജ്യത്തിലെ സമാധാനത്തെയും അഭിവൃദ്ധിയെയും സംബന്ധിച്ച് കരുണാപൂർവ്വം അന്വേഷിച്ചു. ശക്തിക്കും സുരക്ഷിതത്വത്തിനും മുന്നിട്ട് നിൽക്കുന്നതാണോ ഭരണമെന്നും പ്രജകൾക്കെന്നും ക്ഷേമം വരുത്തുന്നുണ്ടോ എന്നും ചോദിച്ചു. ഈശ്വരകാരുണ്യത്താലും സന്യാസിമാരുടെയും മഹർഷിമാരുടെയും അനുഗ്രഹത്താലും പരാജയഭീതിയില്ലാതെ തന്റെ പ്രജകൾ ധർമ്മബോധത്തോടും സന്തോഷത്തോടും കൂടി സകർമ്മങ്ങളിൽ ഏർപ്പെട്ടുവരികയാണെന്നും ഭരണത്തിന്റെ ലക്ഷ്യം പ്രജകളുടെ നിത്യക്ഷേമമാണെന്നും ചക്രവർത്തി മറുപടി പറഞ്ഞു. പ്രജകളുടെ സുഖവും സുരക്ഷിതത്വവും വർദ്ധിപ്പിക്കുന്നതിനും നിലനിർത്തുന്നതിനും ഭരണം ശ്രമിക്കുകയാണെന്നും അദ്ദേഹം തുടർന്നു പറഞ്ഞു. മഹർഷിയുടെ ആഗമനത്തിന്റെ കാരണമറിയാൻ രാജാവ് ആഗ്രഹിച്ചു. അദ്ദേഹത്തിന്റെ ഏതാഗ്രഹവും സാധിപ്പിച്ചുകൊടുക്കാൻ താനെന്നും തയ്യാറാണെന്നും ഉറപ്പിച്ചു പറഞ്ഞു. മഹർഷി എന്തു ധർമ്മം അനുഷ്ഠിക്കുവാൻ ആവശ്യപ്പെട്ടാലും അത് നിസ്സംഗം നിർവഹിക്കുന്നതാണെന്ന് വർദ്ധിത ഭക്തിയോടുകൂടി അദ്ദേഹം പ്രഖ്യാപിച്ചു. ആ ഋഷീശ്വരനു വേണ്ടി എന്താണ് ചെയ്യേണ്ടതെന്നറിയാൻ താൻ കാത്തിരിക്കുകയാണ്. വിശ്വാമിത്രൻ രാജാവിന്റെ വാക്കുകൾ അംഗീകരിച്ചുകൊണ്ട് തലകുനിച്ചു. അദ്ദേഹം ദശരഥന്റെ നേരെ തിരിഞ്ഞു പറഞ്ഞു. താങ്കൾ ധർമ്മനിഷ്ഠനായ ഭരണകർത്താവാണെന്നും അതിഥികളെയും അർത്ഥികളെയും ആദരിക്കുന്നുണ്ടെന്നും വിശ്വാസത്തിന്റെയും ഭക്തിയുടെയും മൂർത്തീകരണമാണെന്നും ഞാനിപ്പോൾ താങ്കളുടെ മുന്നിൽ വെച്ച് പറയുന്നില്ല. താങ്കളുടെ ഭരണത്തിൽ സാമ്രാജ്യം സന്തുഷ്ടമാണെന്ന വസ്തുത തന്നെ അതിനു മതിയായ തെളിവാണ്. ഭരണകർത്താക്കളുടെ സ്വഭാവത്തെ ആശ്രയിച്ചിരിക്കും പ്രജകളുടെ ക്ഷേമം. രാജാക്കന്മാർ ശിഷ്ടന്മാരോ ദുഷ്ടന്മാരോ ആകുമ്പോൾ പ്രജകൾക്ക് ശാന്തിയോ ദുരിതമോ അനുഭവപ്പെടും. ഞാൻ അന്വേഷിച്ചിടങ്ങളിൽ നിന്നെല്ലാം അയോധ്യയിൽ മാത്രമാണ് രാജാവിനോട് ഭക്തിയും സ്നേഹവും പൂർണ്ണമായുള്ള ജനങ്ങളും പ്രജകളോട് തികഞ്ഞ സ്നേഹവും പരിഗണനയുമുള്ള രാജാവുമുള്ളതെന്ന് മനസ്സിലായി. താങ്കളുടെ രാജ്യത്തിന്റെ ഓരോ മുകിലുമൂലയിൽ നിന്നും ഞാൻ ഈ സന്തോഷജനകമായ വാർത്ത കേൾക്കുന്നു. അതുകൊണ്ട് താങ്കളുടെ വാക്കുകൾ ആത്മാർത്ഥമാണെന്ന് മനസ്സിലാക്കുന്നു. താങ്കളുടെ വാഗ്ദത്തത്തിൽ നിന്നും താങ്കൾ ഒരിക്കലും പിന്മാറുകയില്ലെന്നതിൽ എനിക്ക് യാതൊരു സംശയവുമില്ല. ഒരിക്കൽ വാക്കുകൊടുത്താൽ അതിനനുസരിച്ച് താങ്കൾ പ്രവർത്തിക്കും. ദശരഥന്റെ വാഗ്ദാനം. മഹർഷിയുടെ ഈ വാക്കുകൾ ദശരഥന്റെ ഹൃദയത്തെ അഗാധമായി സ്പർശിച്ചു. മഹാത്മാക്കൾ ലോകത്തിന് സഹായകരമായ പ്രവൃത്തികളിലെ ഏർപ്പെടുകയുള്ളൂ. അവർ എന്തു ചെയ്യുന്നതും ശാസ്ത്രങ്ങളിലെ അനുശാസനങ്ങളിൽ നിന്നും വ്യതിചലിച്ചിട്ടായിരിക്കുകയില്ല. അവർ ചിന്തിക്കുന്നതിനെല്ലാം മതിയായ കാരണമുണ്ടാകും. അവരുടെ ഓരോ പ്രവർത്തനവും ഈശ്വരേച്ഛ മൂലമാണ്. അതുകൊണ്ട് എന്റെ എല്ലാ കഴിവുകളോടും അങ്ങയെ സേവിക്കുവാനും അങ്ങയുടെ ഏറ്റവും ലഘുവായ ആഗ്രഹം പോലും സാധിപ്പിക്കാനും ഞാനെപ്പോഴും സന്നദ്ധനാണ്. ദശരഥൻ മറുപടി പറഞ്ഞു. മഹർഷിയുടെ ആജ്ഞയെന്തോ അത് നടപ്പിൽ വരുത്തുമെന്ന് ദശരഥൻ വീണ്ടും വീണ്ടും പ്രതിജ്ഞ ചെയ്തു. ഇത് കേട്ടപ്പോൾ മഹർഷിക്ക് വലിയ സന്തോഷമായി. അതെ, താങ്കൾ പറഞ്ഞതുപോലെ ഞങ്ങൾ കാരണം കൂടാതെ ആശ്രമത്തിന് പുറത്തിറങ്ങുകയില്ല. ഞാനൊരു മഹത്തായ ആവശ്യത്തിനാണ് താങ്കളുടെ അടുത്ത് വന്നിട്ടുള്ളത്. താങ്കളുടെ ഉത്സാഹപൂർണമായ പ്രതികരണം മൂലം എന്റെ സന്തോഷം ഇരട്ടിച്ചു. എന്റെ സന്ദർശനോദ്ദേശ്യം സഫലമാകുമെന്ന് കാണുന്നതിൽ ഞാൻ ആനന്ദപൂർണനാണ്. താങ്കൾ വാഗ്ദത്തം നിറവേറ്റുമില്ലേ? വിശ്വാമിത്രൻ ചോദിച്ചു. ദശരഥൻ താമസവിനാ മറുപടി പറഞ്ഞു. ഗുരോ, അങ്ങ് ഇത്തരം ചോദ്യം ചോദിക്കരുതേ. വാഗ്ദത്തം നിറവേറ്റാതെ അപമാനം വരുത്തിവെക്കുന്നതിനേക്കാൾ സ്വന്തം ജീവൻ ത്യജിക്കാനാണ് എനിക്കിഷ്ടം. ധാർമ്മികതയും ആർജവവും എന്നിവയേക്കാൾ കൂടുതൽ വലിയ എന്ത് നിക്ഷേപമാണ് ഒരു രാജാവിനു വേണ്ടത്? പലതരം ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റുമ്പോൾ ശക്തിയുടെ വിഭവങ്ങളായി രാജാവിനൊപ്പം നിൽക്കുന്നത് ഇവ മാത്രമാണ്. ഈ രണ്ടു ഗുണങ്ങളും നഷ്ടപ്പെട്ടാൽ വെളിച്ചമില്ലാത്ത മന്ദിരം പോലെയും ഗോഷ്ഠികാട്ടുന്ന ചപലങ്ങളാലും കലഹപ്രിയമായ മാത്സര്യത്താലും വളയപ്പെട്ട ഒരു മണലാരണ്യം പോലെയും രാജ്യമായിത്തീരുന്നു. ആ രാജ്യം അരാജകത്വം കൊണ്ടും ഭീഷണി കൊണ്ടും ഛിന്നഭിന്നമാകും. ഒടുവിൽ രാജാവ് അനർത്ഥത്തിൽപ്പെടും.
വരാനുള്ള യുഗങ്ങളിൽ പോലും അത്തരമൊരു വിപത്ത് എന്റെ വംശത്തെ ഗ്രസിക്കുകയില്ലെന്ന് എനിക്കുറപ്പുണ്ട്. അതുകൊണ്ട് സംശയത്തിന്റെ നിഴലപോലും തീണ്ടാതെ അങ്ങു പറയുക. എന്തുദ്ദേശത്തോടുകൂടിയാണ് അങ്ങ് അയോധ്യയിൽ വന്നിട്ടുള്ളത്? എന്നിട്ട് പ്രതിജ്ഞാബദ്ധനായ ഈ സേവകൻ അർപ്പിക്കാൻ തയ്യാറായിട്ടുള്ള സേവനം സ്വീകരിക്കുകയും ചെയ്യുക. വിശ്വാമിത്ര ഭിക്ഷ. വിശ്വാമിത്രൻ പറഞ്ഞു, ഇല്ലില്ല, എനിക്ക് മനസ്സിൽ യാതൊരു സംശയവും ഉണ്ടായിരുന്നില്ല. സത്യത്തെ അചഞ്ചലമായി പാലിക്കാനുള്ള താങ്കളുടെ പ്രതിജ്ഞ കേൾക്കുവാൻ വേണ്ടിയാണ് ഞാൻ ആ വാക്കുകൾ പറഞ്ഞത്. വാഗ്ദത്തം നിറവേറ്റുകയെന്ന ധർമ്മത്തോട് ദൃഢബന്ധിതരാണ് ഇക്ഷ്വാകുരാജാക്കന്മാർ എന്നെനിക്കറിയാം. ശരി, ഇപ്പോൾ താങ്കളിൽ നിന്നും എനിക്ക് ഒരു കാര്യമേ സാധിക്കേണ്ടതുള്ളൂ. അത് ധനമോ വാഹനങ്ങളോ പശുവോ സ്വർണമോ സൈന്യമോ ആശ്രിതന്മാരോ അല്ല. താങ്കളുടെ മക്കളിൽ രണ്ടുപേരെ രാമനെയും ലക്ഷ്മണനെയും എന്റെ കൂടെ അയച്ചുതരണം. താങ്കൾ എന്തു പറയുന്നു? ഇതു കേട്ടപ്പോൾ ദശരഥന്റെ സമനില തെറ്റി അദ്ദേഹം പിന്നോക്കം വീണു. പെട്ടെന്ന് ബോധക്ഷയം ബാധിച്ചു. കുറേ സമയത്തിനു ശേഷം ബോധം വന്നപ്പോൾ വാക്കുകൾ ഉച്ചരിക്കാൻ ധൈര്യം കിട്ടാനായി കിതച്ചു. അദ്ദേഹം പറഞ്ഞു, ഗുരോ, ആ കുട്ടികൾ അങ്ങേക്ക് എങ്ങനെ പ്രയോജനപ്പെടാനാണ്? എന്തിനുവേണ്ടിയോ അങ്ങ് ആ കുട്ടികളെ കൂട്ടിക്കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നത്, ആ കാര്യം കൂടുതൽ ഭംഗിയായി നിർവഹിക്കാൻ എനിക്കു കഴിയും. അങ്ങങ്ങനെ ചിന്തിക്കുന്നില്ലേ? എനിക്കിതിന് സൗകര്യം തരൂ. ഞാനെന്റെ ജീവിതം പ്രയോജനപ്രദമാക്കട്ടെ. എന്താണ് കാര്യമെന്ന് പറയൂ. അത് നിർവഹിക്കുന്നതിൽ നിന്നുള്ള ആനന്ദം ഞാൻ അനുഭവിക്കട്ടെ. മഹർഷി മറുപടി പറഞ്ഞു, ഈ കുട്ടികൾ ചെയ്യാനിരിക്കുന്ന കാര്യം മറ്റേതൊരാൾക്കും ചെയ്യാനാവാത്തതാണെന്നാണ് എന്റെ ഉറച്ച വിശ്വാസം. അവർക്കത് ചെയ്യാൻ കഴിയും. അവർക്കു മാത്രമേ അത് ചെയ്യാൻ കഴിയുകയുള്ളൂ. താങ്കളുടെ 10,000-കൾക്കോ താങ്കൾക്കു തന്നെയോ അത് ചെയ്യാൻ കഴിയുകയില്ല. ഇവരെപ്പോലെയുള്ള കുട്ടികൾ ഇതിനു മുമ്പ് ജാതരായിട്ടില്ല. അത്തരം കുട്ടികൾ ഇനി ജനിക്കുകയുമില്ല. ഇത് എന്റെ ദൃഢവിശ്വാസമാണ്. ശ്രദ്ധിക്കൂ, ഞാനൊരു വിശ്രുതമായ യജ്ഞം ചെയ്യാൻ തീരുമാനിച്ചു. പക്ഷേ ഞാൻ അതിന്റെ ആദ്യ നടപടികൾ ആരംഭിക്കുമ്പോഴേക്കും എവിടെ നിന്നോ ദുർഭൂതങ്ങളും രാക്ഷസന്മാരും ഈശ്വരനിന്ദകമായ വിധം പ്രവർത്തിച്ച് അവ തടസ്സപ്പെടുത്തുന്നു. അവർ ഇടയ്ക്കിടെ ചാടിവീണ് തുടർച്ചയായുള്ള കർമാനുഷ്ഠാനത്തിന് വിഘ്നമുണ്ടാക്കുന്നു. മുടക്കങ്ങൾക്കുമേൽ മുടക്കം വരുത്തുന്നു. ആ യജ്ഞം വിജയകരമായി പര്യവസാനിപ്പിക്കുവാൻ കഴിയണം. അതിനായി ഈ രാക്ഷസന്മാരെ ആട്ടിപ്പായിച്ച് ജുഗുപ്സാവഹമായ ഈ പ്രതിബന്ധങ്ങളെ തകർക്കാൻ ഈ കുട്ടികളെ എനിക്കാവശ്യമുണ്ട്. അവർക്കേ അത് സാധിക്കുകയുള്ളൂ. ഇതാണെന്റെ ആവശ്യം, എന്റെ ആഗ്രഹം. താങ്കൾ എന്തു പറയുന്നു? വിശ്വാമിത്രൻ ഗൗരവപൂർവം ഉറച്ച സ്വരത്തിൽ ചോദിച്ചു. രാജാവ് മറുപടി പറഞ്ഞു, സ്വാമി, ഇവർ ഇളംപ്രായം, ഇത്രയും വലിയൊരു കൃത്യം ഇവർക്കെങ്ങനെ ചെയ്തു തീർക്കാൻ കഴിയും? ഇതാ, ഞാൻ പൂർണ്ണസമ്മതത്തോടുകൂടി തയ്യാറായി നിൽക്കുന്നു. ഗജ, രഥ, തുരകപദാദികളായ സൈന്യസന്നാഹങ്ങളോടുകൂടി വന്ന് യജ്ഞവേദിക്കും അങ്ങയുടെ ആശ്രമത്തിനും കാവൽ നിൽക്കാം. ലേശം പോലും ആരും തടസ്സപ്പെടുത്താതെ യജ്ഞം പൂർണ്ണമായി വിജയത്തിൽ കലാശിക്കത്തക്കവിധം നടത്തിത്തരാം. ഈ രാക്ഷസശക്തിക്കെതിരെ പൊരുതുന്നതിൽ എനിക്ക് കുറേ പൂർവ്വപരിചയമുണ്ട്. അങ്ങറിയുമല്ലോ, ഇവയ്ക്കെതിരായി ഞാൻ ദേവന്മാർക്കുവേണ്ടി യുദ്ധം ചെയ്ത് വിജയം നേടിക്കൊടുത്തത്. എനിക്ക് ഒരു പ്രയാസവും കൂടാതെ ചെയ്യാൻ കഴിയും. ഇപ്പോൾ തന്നെ അങ്ങയുടെ ഒപ്പം വരാൻ വേണ്ട ഒരുക്കങ്ങൾ ചെയ്യാം. അങ്ങനെ ചെയ്യുന്നതിന് എന്നെ അനുവദിച്ചാലും. അദ്ദേഹം അപേക്ഷിച്ചു. ഈ വാക്കുകൾ കേട്ട മഹർഷി പറഞ്ഞു, രാജാവേ, നിങ്ങൾ പറയുന്നതിലൊന്നും ഞാൻ സംതൃപ്തനല്ല. ഞാനൊരിക്കൽ കൂടി ഉറപ്പിച്ചു പറയുന്നു, നിങ്ങൾക്ക് ഈ കാര്യം ചെയ്യാനാവില്ല. ഏതാണ്ട് സർവജ്ഞനും സർവശക്തനുമായി വിശേഷിപ്പിക്കപ്പെട്ട എനിക്കുപോലും അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലേ? അപ്പോൾ നിങ്ങൾക്കെങ്ങനെ ഈ കാര്യം ഏറ്റെടുത്ത് വിജയത്തിലെത്തിക്കുവാൻ കഴിയും? താങ്കൾ ഈ കുട്ടികളെ സാധാരണ കുട്ടികളായി കരുതുന്നു. അച്ഛൻ എന്ന നിലയ്ക്ക് താങ്കൾക്കവരോടുള്ള സ്നേഹത്തിന്റെ ഫലമായി വന്ന ഒരു തെറ്റാണത്. അവർ മനുഷ്യരൂപത്തിലുള്ള ദൈവിക ശക്തിയാണെന്നെനിക്ക് പരിപൂർണമായി അറിയാം. സംശയിക്കേണ്ട. നിങ്ങൾ ഗൗരവപൂർവം ചെയ്ത വാഗ്ദാനം നിറവേറ്റുക. അവരെ ഈ നിമിഷം എന്റെ കൂടെ അയയ്ക്കുക. അല്ലെങ്കിൽ താങ്കൾ വാക്കു പാലിക്കാത്ത ആളാണെന്ന് സമ്മതിക്കുക. ഞാൻ പോകാം. ഇതിലേതെങ്കിലും ഒന്ന് ചെയ്യൂ. വേഗമാകട്ടെ. സംശയിച്ചു നിൽക്കാനും താമസിക്കാനുമുള്ള സമയമല്ലിത്. മഹർഷിയുടെ വാക്കുകളിലെ നിശിതത്വം കേട്ട് രാജാവ് പരിഭ്രമിച്ചു. ഭയമാകപ്പാടെ അദ്ദേഹത്തെ ഗ്രസിച്ചു. കുലഗുരു രാജധാനിയിൽ വരണമെന്ന് ദശരഥൻ ആവശ്യപ്പെട്ടു. വസിഷ്ഠൻ വന്നു. വിശ്വാമിത്രനെ കണ്ടു. അവരിരുവരും പുഞ്ചിരി പൊഴിച്ചു. അന്യോന്യം സമാദരവാക്യങ്ങളും കൈമാറി. നടന്ന സംഭവങ്ങളുടെ വിവരണം രാജാവിൽ നിന്നും വസിഷ്ഠൻ കേട്ടു. കുട്ടികളുടെ ദിവ്യതയെപ്പറ്റി നല്ലപോലെ അറിവുള്ള ആളാണല്ലോ വസിഷ്ഠൻ. ലേശം പോലും അസ്വസ്ഥതയുണ്ടാകേണ്ട ആവശ്യമില്ലെന്നും, എന്നാൽ വിശ്വാമിത്ര മഹർഷിയുടെ സ്നേഹപൂർണമായ വരുതിയിൽ സന്തോഷത്തോടെ കൂടി കുട്ടികളെ വിട്ടുകൊടുക്കണമെന്നും രാജാവിനെ ഉപദേശിക്കാൻ വസിഷ്ഠൻ തീരുമാനമാക്കി. കുട്ടികൾ കഴിഞ്ഞ കുറേ മാസങ്ങളായി ആരോഗ്യം ശരിക്കില്ലാത്തവരാണെന്നും രാക്ഷസന്മാരുമായി പൊരുതുന്നതിന് അവർക്ക് ശരീരത്തിന് ഓജസ് പോരെന്നും ദശരഥൻ വാദിച്ചു.
അവരുടെ ആരോഗ്യത്തെ സംബന്ധിച്ച് ഞങ്ങൾ കുറേ മാസങ്ങളായി അസ്വസ്ഥരാണ്. ഈ ആവശ്യം വേദനിക്കുന്ന വ്രണത്തിന്മേൽ പെട്ടെന്നുള്ള കുത്തുപോലെയാണ് വന്നിരിക്കുന്നത്. രാക്ഷസന്മാരുമായി ഏറ്റുമുട്ടാൻ അവരെ അയക്കുന്നതിനായി എന്റെ മനസ്സൊട്ടും സമ്മതിക്കുന്നില്ല. എന്റെ ജീവൻ അപകടപ്പെടുത്തിക്കൊണ്ടെങ്കിലും ഞാനെന്റെ കുട്ടികളെ രക്ഷിക്കും. രാജാവ് വിലപിച്ചു. വിശ്വാമിത്രൻ ഇടപെട്ടുകൊണ്ട് പറഞ്ഞു, രാജാവേ, താങ്കൾ എന്തിനാണ് ഇങ്ങനെ വിഡ്ഢികളെപ്പോലെ വിലപിക്കുന്നത്? നിറവേറ്റാൻ സാധിക്കാത്ത വാഗ്ദത്തം താങ്കൾ ചെയ്യരുതായിരുന്നു. അനുകൂലങ്ങളും പ്രതികൂലങ്ങളുമായ കാര്യങ്ങളെപ്പറ്റി തീരെ ചിന്തിക്കാതെ ഒരു ഭരണാധിപൻ വാഗ്ദാനം ചെയ്യുന്നതും അത് നിറവേറ്റാൻ ആവശ്യപ്പെടുമ്പോൾ താമസിപ്പിക്കാനും പിൻവലിക്കാനും മാത്രമല്ല, കൊടുത്ത വാക്കിനെതിരായി പ്രവർത്തിക്കാനും ശ്രമിക്കുന്നത് കൊടും പാപമാണ്. നിങ്ങളെപ്പോലെയുള്ള രാജാക്കന്മാരെ അത് ഇടിച്ചു താഴ്ത്തും. താങ്കൾ നൽകുന്ന സഹായം എത്ര ചെറുതായാലും ഹൃദയപൂർവമായ സേവനത്തിന്റെ ആഘാതതമമായ പ്രചോദനങ്ങളിൽ നിന്നാണ് ഉരുവെടുക്കുന്നതെങ്കിൽ അത് പ്രാണനർപ്പിക്കുന്നതിന് തുല്യമാണ്. അർദ്ധമനസ്സോടുകൂടിയും സംശയിച്ചുകൊണ്ടുമുള്ള സഹായം എത്ര വലുതായാലും ശോചനീയമത്രേ. താങ്കളെ വേദനിപ്പിച്ചുകൊണ്ട് താങ്കളിൽ നിന്നും സഹായം പിഴിഞ്ഞെടുക്കുവാൻ എനിക്കാഗ്രഹമില്ല. നല്ലത്, താങ്കളും താങ്കളുടെ പാപവുമായി സുഖമായി കഴിയുക. ഞാൻ പോകയാൻ. വിശ്വാമിത്രൻ എഴുന്നേറ്റുപോകാനൊരുപെട്ടു. രാജാവ് അദ്ദേഹത്തിന്റെ പാദങ്ങളിൽ വീണ് കുറേക്കൂടി വെളിച്ചത്തിനും കുറേക്കൂടി സമയത്തിനും അഭ്യർത്ഥിച്ചു. തന്റെ ധർമ്മമെന്താണെന്ന് പഠിപ്പിച്ചുവരണമെന്നപേക്ഷിച്ചു. മഹർഷിയുടെ ന്യായമായ ആവശ്യം തനിക്ക് ബോധ്യപ്പെടുത്തിത്തരണമെന്ന് രാജാവ് ആവശ്യപ്പെട്ടു. അങ്ങനെയോയാൽ അദ്ദേഹത്തിന് മഹർഷിയുടെ ആവശ്യം നിറവേറ്റാമല്ലോ. ഇത് കേട്ടപ്പോൾ വസിഷ്ഠൻ ദശരഥനെ ഉപദേശിച്ചു. രാജാവേ, താങ്കൾ ആസന്നമായ പ്രപഞ്ചസംബന്ധമായൊരു കാര്യത്തിൽ അതിപ്രബലമായൊരു സഫലീകരണത്തിൽ പ്രതിബന്ധം സൃഷ്ടിക്കുകയാണ്. താങ്കളുടെ ഹൃദയം പിതൃസ്നേഹത്താൽ ആകുലമായിരിക്കയാൽ താങ്കൾക്ക് മുമ്പിൽ സത്യം മറച്ചുപിടിക്കപ്പെട്ടിരിക്കുന്നു. താങ്കളുടെ കുട്ടികൾക്ക് യാതൊരാപത്തും സംഭവിക്കുകയില്ല. ഇല്ല, ഒരിക്കലുമില്ല. അവരിലുദിച്ചു വീണ ഉന്നത ധീരതയില്ല. ഏറ്റവും ഉഗ്രമായ ദിവ്യശക്തികൾ, രാക്ഷസരെയും രാക്ഷസീശക്തികളെയും നശിപ്പിക്കുക എന്ന ഒരേയൊരു കാര്യത്തിനുവേണ്ടി മനുഷ്യാകാരം കൈക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇനി സമയം കളയാതെ കുട്ടികളെ സംബന്ധിച്ച് താങ്കൾ ശരീരശക്തിയെയോ ബുദ്ധിയുടെ അളവിനെയോ കണക്കുകൂട്ടേണ്ടതില്ല. അവരുടെ ജീവിതത്തിലെ ഓരോ നിമിഷവും അവരിൽ നിന്നും ഉദിച്ചുവരുന്ന ഐശ്വര്യശക്തിയെ കണക്കുകൂട്ടൂ. ആ ശക്തിക്കെതിരെ നിൽക്കാൻ മറ്റൊരു ശക്തിയുമീ ഇല്ലെന്നോർമ്മിക്കൂ. ഈ രീതിയിൽ കുറെ ഉപദേശം നൽകിയതിനുശേഷം വസിഷ്ഠൻ രാമലക്ഷ്മണന്മാർക്ക് ആളെ അയച്ചു. വിശ്വാമിത്ര മഹർഷിക്കും വസിഷ്ഠമഹർഷിക്കും അവരെ കാണേണ്ടതുണ്ടെന്നറിഞ്ഞ ഉടനെ ഇരുവരും തിരക്കിട്ടെത്തി. കുമാരന്മാർ ഗുരുജനങ്ങളെ ആദരപൂർവ്വം വണങ്ങി. ആദ്യം പിതാവിന്റെ പാദങ്ങളിൽ നമസ്കരിച്ചു. അനന്തരം കുലഗുരു വസിഷ്ഠനെയും വിശ്വാമിത്രനെയും. അവർ എഴുന്നേറ്റ് ആദരപൂർവ്വം ഒരു ഭാഗത്തേക്ക് മാറി നിന്നപ്പോൾ അധരങ്ങളിൽ തത്തിക്കളിക്കുന്ന മന്ദസ്മിതത്തോടുകൂടി വിശ്വാമിത്രൻ കുട്ടികളെ അഭിസംബോധന ചെയ്തു. കുട്ടികളെ, എന്റെ കൂടെ വരുന്നു. അതുകേട്ട് അവർ മതിമറന്ന് ആഹ്ലാദിച്ചു. ധീരനായ രാമൻ. ദശരഥൻ അതോടെ കൂടുതൽ അധീരനായി. അദ്ദേഹത്തിന്റെ മുഖ ശോഭമങ്ങി. മഹർഷിയുടെ ആവശ്യത്തെ താൻ അംഗീകരിച്ചതിനെപ്പറ്റി അച്ഛൻ ദുഃഖാകുലനായത് കണ്ട് രാമൻ മന്ദം അദ്ദേഹത്തെ സമീപിച്ചു. പിതാവേ, ഞാൻ മഹാനായ ആ മഹർഷിയോടൊപ്പം പോക്കുന്നതിൽ എന്തിനാണിങ്ങനെ വ്യസനിക്കുന്നത്? സേവനത്തിനായി ഈ ശരീരം അർപ്പിക്കുന്നതിനേക്കാൾ കൂടുതൽ നന്മ മറ്റെന്താണുള്ളത്? അതിനായി മാത്രമാണ് നമുക്ക് ഈ ശരീരം നൽകപ്പെട്ടിരിക്കുന്നത്. തപസ്സികളുടെ പുണ്യകർമ്മങ്ങളിൽ ഭാഗഭാക്കാകുകയും അവർക്ക് ദുരാത്മാക്കളിൽ നിന്നുണ്ടാകുന്ന ശല്യം ഒഴിവാക്കിക്കൊടുക്കുകയും ചെയ്യുക. അത് മഹനീയ കാര്യമല്ലേ? നമുക്ക് അസാധ്യമായൊന്നുമില്ല. അവരെത്ര ഭയങ്കരന്മാരായാലും ഞങ്ങൾ ആ രാക്ഷസന്മാരെ നശിപ്പിക്കും. അങ്ങനെ മഹർഷിക്ക് മനഃശാന്തി നൽകുകയും ചെയ്യും. അനുവദിക്കുകയാണെങ്കിൽ ഈ നിമിഷത്തിൽ തന്നെ പുറപ്പെടാൻ ഞങ്ങൾ സന്നദ്ധരാണ്. ധീരമായ ഈ വാക്കുകൾ ഒരളവോളം ദശരഥന്റെ ഉത്കണ്ഠയെ ശമിപ്പിച്ചു. എങ്കിലും രാജാവ് വീണ്ടും അസ്വസ്ഥനായി. എന്താണ് പറയേണ്ടെന്ന് തീരുമാനിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. അദ്ദേഹം രാമനെ അടുത്ത് വിളിച്ചു പറഞ്ഞു, രാമ, രാക്ഷസന്മാർ സാധാരണ ശത്രുക്കളല്ല. അവരുടെ ഇടയിൽ സുജൻ, ഉപസുജൻ, മാരീചൻ, സുബാഹു മുതലായവരുണ്ടെന്നാണ് കേട്ടത്. അവർ അതിക്രൂരതയുള്ളവരാണ്. അവരുടെ ശരീരം അവർണ്ണനീയമായ വിധം ഭീകരമാണ്. അത്തരം ഭീഷണരൂപികളെ കാണാൻ നിങ്ങൾക്കിതുവരെ സന്ദർഭം ലഭിച്ചിട്ടില്ല. അവരുമായി നീ മുഖത്തോട് മുഖം കാണുന്ന ആ സമയം എനിക്ക് ആലോചിക്കാൻ കൂടി സാധ്യമല്ല. ശത്രുക്കളെ വഞ്ചിക്കുന്നതിൽ, കപടതന്ത്രങ്ങളുപയോഗിക്കുന്നതിലും ആൾമാറാട്ടം നടത്തുന്നതിലും അതിസമർത്ഥന്മാരായ ആ ചതിയന്മാരുമായി നീ എങ്ങനെ യുദ്ധം ചെയ്യും? യുദ്ധമെന്ന വാക്കുതന്നെ നീ ഇതുവരെ കേട്ടിട്ടില്ല. മാത്രമല്ല, പടക്കളത്തിൽ യുദ്ധം ചെയ്യുന്നതും ഇതുവരെ കണ്ടിട്ടില്ല. അങ്ങനെയുള്ള നീ പെട്ടെന്ന് ഇത്രയും ഭീകരന്മാരായ ശത്രുക്കളോട് യുദ്ധം ചെയ്യാനായി പോകുന്നു. ഹാവും, വിധി തീർച്ചയായും വളരെ ക്രൂരം തന്നെ. എന്റെ മക്കൾക്ക് അവരുടെ ജീവിതത്തിന്റെ ആരംഭകാലത്തു തന്നെ ഈ രാക്ഷസീമായ അഗ്നിപരീക്ഷ അഭിമുഖീകരിക്കേണ്ടി വന്നല്ലോ. ഹൃദയനൊമ്പരത്താൽ ദശരഥന്റെ മിഴികൾ നിറഞ്ഞു. ലക്ഷ്മണൻ പിതാവിന്റെ മനോദൗർബല്യം കണ്ടു പറഞ്ഞു, അച്ഛാ,
എന്തിനി കണ്ണീർ? ഞങ്ങൾ ഭീരുക്കളായ പെൺകുട്ടികളല്ല. യുദ്ധഭൂമി ക്ഷത്രിയരായ ഞങ്ങൾക്ക് ന്യായമായി അവകാശപ്പെട്ട രംഗമാണ്. യുദ്ധം ഞങ്ങൾക്കവകാശപ്പെട്ട ധർമ്മവുമാണ്. ധർമ്മത്തെ കാത്തുരക്ഷിക്കുക എന്നതാണ് ഞങ്ങളുടെ ഉത്തരവാദിത്വം തന്നെ. ഞങ്ങളുടെ ശ്വാസം പോലും മഹർഷിമാരെ സേവിക്കലും ധർമ്മം നിലനിർത്തലുമാണ്. ഇത്രയും പ്രഭാവപൂർണമായ ചുമതലയേറ്റുകൊണ്ട് ഞങ്ങൾ പോകുമ്പോൾ അച്ഛൻ ഇങ്ങനെ സങ്കടപ്പെടുന്നത് കണ്ട് ഞാൻ അത്ഭുതപ്പെടുന്നു. ഈ ദൗർബല്യപ്രകടനത്തിന്റെ പേരിൽ ലോകം അങ്ങയെ പരിഹസിക്കും. അങ്ങ് സ്നേഹത്തോടും അനുഗ്രഹത്തോടും കൂടി ഞങ്ങളെ പറഞ്ഞയക്കുക. ഞാനും എന്റെ ജ്യേഷ്ഠനെ അനുഗമിച്ച് പ്രഭാവത്തോടുകൂടി മടങ്ങും. പിതാവ് തന്നോടുള്ള സ്നേഹത്തിനടിപ്പെട്ടതായിക്കണ്ട് രാമൻ സിംഹാസനത്തിന്റെ സമീപം ചെന്ന് പ്രേമപൂർവ്വം പിതാവിന്റെ കൈപിടിച്ചു. അവിടുന്ന് പറഞ്ഞു, അച്ഛാ, അങ്ങ് ആരാണെന്ന് സ്വയം മറന്നതായി തോന്നുന്നു. ആരാണങ്ങ് എന്നോർമ്മിച്ചു നോക്കൂ. പൂർവ്വപിതാക്കന്മാരാൽ അനശ്വരമാക്കപ്പെട്ട ഒരു രാജവംശത്തിലാണ് അങ്ങ് ജനിച്ചത്. അവർ എത്രയധികം യശസ്സ് നേടിയിരുന്നുവെന്ന് ഓർക്കൂ. ഇതെല്ലാം ഓർമ്മിക്കുകയാണെങ്കിൽ അങ്ങ് ഈ മാതിരി കരയുകയില്ല. ഇക്ഷ്വാകു വംശത്തിലാണ് അങ്ങ് ജനിച്ചത്. ഈ ദിവസം വരെ ധർമ്മത്തിന്റെ മൂർത്തിമദ്ഭാവം എന്ന നിലയിലാണ് ജീവിച്ചത്. 3 ലോകങ്ങളും അങ്ങയെ ധർമ്മബോധമുള്ള വ്രതാനുഷ്ഠാനകനെന്നും ധർമ്മരക്ഷകാവെന്നും പടക്കളത്തിലും മറ്റടങ്ങുകളിലും ഏറ്റവും പരാക്രമശാലിയായ വീരനെന്നും ഘോഷിച്ചിട്ടുണ്ട്.